ഉത്തർപ്രദേശിലെ മീററ്റിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോ സർവീസും നമോ ഭാരത് ട്രെയിനും നാടിന് സമർപ്പിച്ചു. ശതാബ്ദി നഗർ സ്റ്റേഷനിൽ വെച്ച് ഫ്ളാഗ് ഓഫ് നിർവഹിച്ച അദ്ദേഹം മീററ്റ് സൗത്ത് സ്റ്റേഷൻ വരെ മെട്രോയിൽ യാത്രയും ചെയ്തു. ഏകദേശം 12,930 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ് നമോ ഭാരത്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ ട്രെയിൻ ഡൽഹി, സാഹിബാബാദ്, ഗാസിയാബാദ്, മോദിനഗർ, മീററ്റ് എന്നീ നഗരങ്ങളെ അതിവേഗം ബന്ധിപ്പിക്കും. 82 കിലോമീറ്റർ നീളമുള്ള ഡൽഹി മീററ്റ് ഇടനാഴി ഇതോടെ പൂർണ്ണമായും സജ്ജമാകും. ഡൽഹിയിലെ സരായ് ഖാലെ ഖാൻ മുതൽ ന്യൂ അശോക് നഗർ വരെയുള്ള 5 കിലോമീറ്റർ പാതയും മീററ്റ് സൗത്ത് മുതൽ മോദിപുരം വരെയുള്ള 21 കിലോമീറ്റർ പാതയുമാണ് പുതിയതായി തുറന്നത്. നമോ ഭാരത് ട്രെയിനുകൾക്കൊപ്പം മീററ്റ് മെട്രോ സർവീസും ഞായറാഴ്ച മുതൽ ആരംഭിക്കും. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന മീററ്റ് മെട്രോ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോ സിസ്റ്റം ആയിരിക്കും. വെറും 30 മിനിറ്റ് കൊണ്ട് ഈ ദൂരം പിന്നിടാൻ മെട്രോയ്ക്ക് സാധിക്കും. ഒരേ പാതയിലൂടെ തന്നെ പ്രാദേശിക മെട്രോയും ഇന്റർസിറ്റി ട്രെയിനും ഓടിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പദ്ധതിയാണിതെന്ന പ്രത്യേകതയുമുണ്ട്. ഡൽഹിയിലെ സരായ് ഖാലെ ഖാൻ സ്റ്റേഷൻ ഒരു പ്രധാന യാത്രാ ഹബ്ബായി മാറും. ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ, ഡൽഹി മെട്രോ, പിങ്ക് ലൈൻ, ISBT, റിംഗ് റോഡ് എന്നിവയെല്ലാം ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നഗരങ്ങളിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം ലഘൂകരിക്കാനും ഈ നൂതന ഗതാഗത സംവിധാനങ്ങൾ സഹായിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു.